നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഓൺ ചെയ്തിട്ട് ഐഡിലിംഗ് തന്നെ, അതായത് വാഹനം ഓടിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ AC ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഫ്യൂൽ കൺസ്യൂം ചെയ്യുമോ, അതോ വാഹനത്തിൻ്റെ AC ഇട്ട് വാഹനം ഓടിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ശരി? അതായത് വാഹനത്തിൽ AC ഇട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസിയും വാഹനം വെറുതെ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലത്തിട്ട് AC ഓൺ ആക്കി ഇടുന്നതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും രണ്ടാണോ, അതോ ഓടുന്നതിനനുസരിച്ച് ഇത് മാറ്റം വരുന്നുണ്ടോ? ഇത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സംശയം മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. എനിക്ക് ഉറപ്പായിട്ടും വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിതെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ AC ഇട്ടാണ് ഓടിക്കുന്നതെങ്കിൽ എഞ്ചിൻ ലോഡ് അല്ലെങ്കിൽ എഞ്ചിനിലോട്ട് കംപ്രസർ ലോഡ് മാത്രമല്ല, ഗിയർ ബോക്സിൻ്റെയും ടയേഴ്സിൻ്റെ എല്ലാം ലോഡ് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് വാഹനം ഐഡിലിംഗ് നിൽക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ AC വർക്ക് ചെയ്യും. പക്ഷേ ആ AC അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻ്റ് ആണ്, ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ കുറച്ചുകൂടെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെയും ഒരു പവർ നമുക്ക് AC നിന്ന് കിട്ടുന്ന പോലെ കുറച്ച് പേർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് ഇട്ടേക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനം ഓടുന്ന സമയത്ത് കണ്ടൻസർ കുറച്ച് കൂടെയും കൂൾ ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ AC കംപ്രസറിൽ നേരെ കണ്ടൻസറിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കണ്ടൻസർ ഹീറ്റ് ആയിരിക്കുമ്പോൾ ഇതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റേഡിയേറ്റർ ഫാൻ അല്ലെങ്കിൽ കണ്ടൻസർ ഫാൻ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫാൻ യൂസ് ചെയ്ത് നമ്മൾ ഐഡ്ലിംഗ് നിൽക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ഈ ഫാൻ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അതേ സ്ഥാനത്ത് വാഹനം ഓടുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന കാറ്റ് കൊണ്ട് ഇത് കൂടുതൽ കൂളാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ACയുടെ തണുപ്പും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. ACയുടെ കംപ്രസർ കട്ട് ഓഫ് നമുക്ക് കുറേ കൂടുതൽ നേരം നിർത്താൻ സാധിക്കുന്നുണ്ട്, അതായത് കുറച്ചേറെ നേരം നിർത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ACയുടെ കട്ട് ഓഫ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതേ സ്ഥാനത്ത് ഐഡിലിംഗ് നിർത്തിയിട്ട സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ AC കട്ട് ഓഫ് ആകുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് നേരം വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് 45 മിനിറ്റോളം ഇട്ടതിന് ശേഷം പോലും ഈ വാഹനത്തിൻ്റെ AC കംപ്രസർ ഓഫ് ആയില്ല അല്ലെങ്കിൽ കട്ട് ഓഫ് ആയില്ല, എന്തുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അതും ഈ പറഞ്ഞ കാര്യമായിട്ട് ചെറുതായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യിക്കാൻ സാധിക്കും. കാരണം ഇത് തന്നെയാണ് കാരണം. വാഹനം ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എന്ന് പറയുന്നൊരു സ്പീഡിൽ ഇട്ടാൽ പോലും ഈ പറയുന്ന കാറ്റ് പുറത്തുനിന്ന് നമ്മുടെ കണ്ടൻസർ കൂൾ ചെയ്യിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ AC കംപ്രസറിൻ്റെ കട്ട് ഓഫ് കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാരണവശാലും ഒരു സൈഡിൽ ഐഡ്ലിങ്ങിലായിട്ടിട്ട് വാഹനത്തിൽ AC ഇട്ടിരിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ സിറ്റുവേഷൻസ് നമുക്കറിയാം, ഇപ്പോഴത്തെ ചൂട് കാര്യങ്ങളൊക്കെ ഒരു വിഷയമാണ്. എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നിർത്തി നമ്മൾ പോസ്റ്റ് അടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതേ ഒരു ഓപ്ഷനുള്ളൂ. അങ്ങനെ ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്യൂൽ കുറച്ച് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. അത് ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റില്ല, ചെയ്യുന്നതാണ്. കാരണം നോർമൽ ഒരു ഐഡ്ലിങ്ങിൽ ഒരു വാഹനം നിൽക്കുന്നതും ഐഡ്ലിങ്ങിൽ AC ഓണായി നിൽക്കുന്നതും രണ്ട് കണ്ടീഷൻസാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ കുറച്ച് കൂടുതൽ ഫ്യൂൽ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ പറയരുത് എൻ്റെ വാഹനത്തിന് മൈലേജ് കിട്ടുന്നില്ലത്. കാരണം ഈ ഫ്യൂൽ മുഴുവൻ ഇവിടെ കത്തിച്ച് കളയാണ്, ഓടിച്ചല്ല നമ്മൾ കത്തിക്കുന്നത്, വെറുതെ ഇട്ട് കത്തിച്ച് കളയാണ്. അതുകൂടെ നിങ്ങൾ ഓർത്തോണം.